യേശുവിൻ ചൈതന്യമേ ഞങ്ങൾ വന്നു നിറഞ്ഞിടണേ. ഞങ്ങളെ നവ്യരായി മാറ്റിടണേ. മക്കളെ, ഇത് വളരെ ശ്രദ്ധയോടെ സന്തോഷത്തോടെ മക്കളെ പ്രാപിക്കണതാണ്. കാര്യം എന്താണ്? നമ്മൾ രക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുക. രക്ഷ നമ്മളിലേക്ക് വരുന്നത് എന്താണ്? ജ്ഞാനമായിട്ട് വരുമെന്നല്ലേ പറയണത്. ലൂക്കാ 2:30 അനുസരിച്ച് കൊണ്ട് രക്ഷ, റോമ 10:9 അനുസരിച്ച് കൊണ്ട് രക്ഷ പ്രാപിക്കുകയാണ്. ആ രക്ഷയാകുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ബ്രദർ ആ പാട്ട് പാടിയത്. നമുക്ക് ഒരിക്കൽ കൂടി പാട്ട് പാടിക്കൊണ്ട് സ്തുതിച്ച് കർത്താവിന് ജ്ഞാനം പ്രാപിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങൾ വന്നു നിറഞ്ഞിടണേ. ദിവ്യദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റിടണേ. യേശുവിൻ ചൈതന്യമേ ഞങ്ങൾ വന്നു നിറഞ്ഞിടണേ. ദിവ്യദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റിടണേ. റൂഹായ ചൈതന്യമേ ഞങ്ങൾ വന്നു നിറഞ്ഞിടണേ. ദിവ്യദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റിടണേ. മക്കളെ, തലവേദന അച്ഛനെ കാണിക്കുന്ന സ്ഥലത്ത്, ദാറ്റ് മീൻസ് നമ്മുടെ തലയുടെ റൈറ്റ് സൈഡിൽ വലതുവശത്ത് തലവേദന ഉള്ളവർ ആ സ്ഥലത്ത് മാത്രം കൈവെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. തലയുടെ വലതുവശത്ത് തലവേദന ഉള്ളവർ വർഷങ്ങളായിട്ടുള്ളവരാണ്. ഈ ജില്ലയുടെ പുറത്ത് വടക്കൻ മേഖലകളിൽ നിന്നുള്ളവർ മാറാത്ത ചിലതൊരു തലവേദന അനുഭവിക്കുന്നവരെ മെസ്സേജിലുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾ അടുത്തായാലും അകന്നായാലും തലവേദന ഈ പ്രദേശത്തുള്ളവർ, വലതുവശത്ത് വലത് ചെവിക്ക് മുകളിലുള്ളവർ അവിടെ കൈവച്ചുകൊണ്ട് അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, 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 ഈശോയെ സ്തോത്രം. Lord Jesus Christ, pour out His Spirit, the fire of His soak with the precious blood. I command you in the name of Jesus Christ to be healed. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങൾ വന്നു നിറഞ്ഞിടണേ. ദിവ്യദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ശ്രദ്ധിക്കുക. പൂച്ചയുടെ തലയോട്ടി പോലെ, എന്നാ പൂച്ചയുടെ തലയോട്ടി എന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല. അതിന് വായും 2 കണ്ണും ദൂരം. ഇതുപോലെ ഒരു അസ്ഥി ഭാഗം നമ്മുടെ ശരീരത്തിലുണ്ട്. 3 ദൂരം അതിനുണ്ട്. ഒരു അസ്ഥി ഇങ്ങനെ കുഞ്ഞു പൂച്ചയുടെ തലയോട്ടി പോലെ ഒരു അസ്ഥി, ഉണ്ട പോലെ ഒരു അസ്ഥി. അസ്ഥിക്ക് 3 ദൂരങ്ങളുണ്ട്. അതിലൂടെ ഞരമ്പോ പേശികളൊക്കെ പസ് ചെയ്യണതാണ്. പക്ഷേ ഈ 3 ദൂരങ്ങളിൽ ദ്രവിപ്പുണ്ട്. ആ അസ്ഥി ദ്രവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഇത്തരം അസ്ഥിക്ക് രോഗമുള്ളവരെ കർത്താവ് ഇപ്പം സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങൾ വന്നു നിറഞ്ഞിടണേ. ദിവ്യദാനങ്ങളാ ഞങ്ങളെ വന്നു നിറഞ്ഞിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ ശക്തി പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് ഈശോൻ്റെ വചനം പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഈശോ എന്നാ പറഞ്ഞത്? അവസാനം പരിശുദ്ധാത്മ എന്നാ പറഞ്ഞത്? അതായത് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് ആവസിക്കുകയാണ്. അത് വലിയ ഒരു വെളിപാടാണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷപ്പെടേണ്ട വഴി നമുക്ക് ഉപദേശിച്ച് തരാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് കഴിയും.
അപ്പോൾ നിനക്ക് പല കോംപ്ലിക്കേഷനാണെന്ന് വിചാരിച്ചു, പല വിഷയങ്ങളാണ്. എവിടെ തുടങ്ങണം, ആരും നമ്മൾ ഉപദേശിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഈ പ്രശ്നം ഇപ്പോൾ തുടങ്ങിയതല്ല. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് ഈശോ വെളിപ്പെടുത്തി. എൻ്റെ ദൈവവേദന എന്തെങ്കിലും കാര്യങ്ങൾ ഈശോനെക്കുറിച്ച് നമ്മളെ വെളിപ്പെടുത്തിയാൽ ആ വെളിപാട് കേട്ട് നമ്മൾ അതനുസരിച്ച് ജീവിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ മോസസ് ദൈവത്തോട് എന്താ പറഞ്ഞത്? മോസസ് ദൈവത്തോട് എന്നാ പറഞ്ഞത്? വഴിമുട്ടി, മൊഴിമുട്ടി, ഗതിമുട്ടി അസ്തപ്രജ്ഞനായി നിന്നുപോയ ഒരു പുറപ്പാട് കാലം മോസസിന് അവകാശമായി വന്നിട്ടുണ്ട്. ഉറക്കമില്ലായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. മുമ്പിലാണെങ്കിൽ പുറപ്പാട് വഴികളിൽ ജെറീക്കോ കോട്ട, രാക്ഷസ കോട്ട നിൽക്കുന്ന, പുറപ്പാട് വഴികളിൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന, ജനങ്ങൾക്കാണെങ്കിൽ പട്ടിണിയാണ്. എന്ത് ചെയ്യണമെന്ന് മോസസിന് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ മോസസ് കണ്ണീരോടെ കർത്താവോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നടക്കേണ്ട വഴി നീ എനിക്ക് കാണിച്ചു തരണമേ. അതാണ് വഴി, ജ്ഞാനം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതാണ് പുറപ്പാടിൻ്റെ 33:12. പുറപ്പാട് 33:12. ഞാൻ നടക്കേണ്ട വഴി. മോസസിനെപ്പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, ദിവ്യകുർബാനയോട് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പോയിരുന്ന് ധ്യാനം കൂടുന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, കർത്താവേ, മോസസിനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ജ്ഞാനം എന്നിലേക്ക് ആവശിച്ച് ആ ജ്ഞാനപ്രകാരം ഞാൻ നടക്കേണ്ട വഴി, എടുക്കേണ്ട തീരുമാനം എനിക്കിന്ന് വെളിപ്പെടുത്തണമേ, രാത്രിക്കുള്ളിൽ വെളിപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. ഉയർത്തി താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ രൂപായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ രൂപായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സങ്കടം സമർപ്പിച്ചുകൊണ്ട് പറയുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സഹനം സമർപ്പിച്ചുകൊണ്ട് പറയുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. മോസസിന് ദൈവം വഴി കാണിച്ചു കൊടുത്തു. അതാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദൈവമായ കർത്താവ് മോസസിന് തൻ്റെ വഴികളും ഇസ്രയേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും അവിടുന്ന് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞേ. ദൈവമായ കർത്താവ് മോസസിന് തൻ്റെ വഴികളും ഇസ്രയേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും വെളിപ്പെടുത്തി. സങ്കീർത്തനത്തിലെ 203-ാം സങ്കീർത്തനമാണ് 7-ാം തിരുവചനം. അവിടെ എന്താ വരുന്നത് മക്കളെ? തിയറിയും പ്രാക്ടിക്കലുമാണ് വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളോട്, 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. അതുതന്നെയാണ് ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും, സിദ്ധാന്തവും പ്രയോഗവും. ഒരേ സമയത്ത് തന്നെ അതാണ് ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന്. ദൈവത്തിൻ്റെ പണ്ട് മുതലുള്ള വഴി ഇതാ. നിങ്ങൾ പോകരുതെന്ന് ഞാൻ പറയണത്. കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നാലേ ഈ മുട്ട കുത്തിയ പോലെ പോകരുത്. കർത്താവ് വഴി കാണിക്കാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്നാ? ഉടമ്പടി ഉപവാസം. ഉടമ്പടി ഉപവസിക്കുന്നത് എന്തിനാണ്? അത് സങ്കീർത്തനം 32:8. എന്താ? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. കർത്താവേ, നീ എനിക്ക് വഴി ഉപദേശിച്ച് തരണവരെ ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല. ഒന്ന് പറഞ്ഞ് കർത്താവേ. സങ്കീർത്തനം 32:8 അനുസരിച്ച് കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും നടക്കേണ്ട വഴി, രക്ഷപ്പെടേണ്ട വഴി
എനിക്ക് കാണിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. കർത്താവായ ദൈവമേ, ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ. എൻ്റെ മക്കളെ, ഇതിൻ്റെ ഒരു വിഷയമുള്ളത്, മോശസിനെ നടക്കേണ്ട വഴി കാണിച്ചു തരണമേ എന്ന് മോശസ് പ്രാർത്ഥിച്ചില്ലേ? ഇവിടെ പ്രാർത്ഥിച്ചത് പുറപ്പാട് 33:12. അപ്പോൾ സങ്കീർത്തനം 103:7 അനുസരിച്ച് കൊണ്ട് അവൻ നടക്കേണ്ട വഴി അവന് കാണിച്ചു കൊടുത്തല്ലോ ദൈവം. പക്ഷേ എങ്ങനെയാണത് കാണിച്ചു കൊടുത്തത്? പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഈ മിനിമം പരിശുദ്ധാത്മാവിനെ പ്രിസർവ് ചെയ്യണമെന്ന് ഞാൻ പറയും. പൊട്ടത്തരാണ് പറയണത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ നിലനിർത്തിക്കൊണ്ടാണ് എപ്പോഴും നമ്മുടെ വികാരങ്ങൾ, പ്രവൃത്തികൾ, സമീപനങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനെ ഗ്യാരണ്ടി ചെയ്യണം. നിങ്ങളുടെ ചില നിലപാട് കാരണം പരിശുദ്ധാത്മ വിട്ടുവെച്ചും പോകരുത്. നമുക്ക് ഇത്തിരി നഷ്ടം വരും ചിലപ്പോൾ സമയത്ത്. കർത്താവുമായിട്ടുള്ള എല്ലാ കച്ചവടത്തിനും ആദ്യം നഷ്ടമായിരിക്കും. അത് ഈശോ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിലവാണ്, എക്സ്പെൻഡിച്ചറാണ്, പിന്നെയാണ് ഇൻകം വരണത്. ഇൻകം വന്നു കഴിഞ്ഞാൽ പിന്നെ നിത്യത വരെ വരുമെന്നേ ഉള്ളൂ. അതാണ് കർത്താവുമായിട്ടുള്ള ഇടപാടിൻ്റെ പ്രശ്നം. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണവൻ സ്വയം പരിത്യജിക്കണം. ആദ്യ കാര്യങ്ങളിൽ ഇത്തിരി നഷ്ടം ഉണ്ടാകും. അപ്പം ചില സമയത്ത് ദൈവത്തെ നിലനിർത്താൻ, പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ വേണ്ടി സഹോദരങ്ങളായിട്ടുള്ള വഴക്ക് ചിലപ്പോൾ ഒത്തുതീർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നഷ്ടം വരും. കാര്യം ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച കാണിക്കാതെ അത് സമാധാനത്തിൽ എത്തത്തില്ല. ചില കാര്യങ്ങൾക്ക് അല്പം വിട്ടുവീഴ്ച കാണിക്കാതെ സമാധാനത്തിൽ എത്തത്തില്ല. അപ്പോൾ നീ പക്ഷേ സമാധാനത്തിൽ എത്തുമ്പോൾ നീ ആരാകും? മത്തായി 5:8 അനുസരിച്ച് സമാധാനം പാലിക്കുന്നവർ അനുഗ്രഹിക്കുന്നവർ അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. ഒരു പക്ഷേ നീ ഒരു വിട്ടുവീഴ്ച കാണിക്കുമ്പോൾ അതിൻ്റെ പേരൊരു സമാധാനം സഹോദരർക്കിടയിൽ നിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിനക്ക് നഷ്ടമാണ് വരുന്നത്. ആ നഷ്ടം എന്തനുസരിച്ച് വരുന്നതാണ്? 16:26 അനുസരിച്ച് വരുന്നതാണ്. ഇനി അനുഗമിക്കാൻ ആഗ്രഹിക്കണവൻ സ്വയം പരിത്യജിക്കുക, കുരിശെടുക്കുക, കൂടെ വരിക. അപ്പോൾ നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ നഷ്ടം കർത്താവിൻ്റെ വചനത്തെ പ്രതി, യേശുക്രിസ്തുവിനെ പ്രതിയാണ് ഈ നഷ്ടം വരുത്തുന്നതെങ്കിൽ എന്താ സംഭവിക്കണം? അതിൻ്റെ പേരിൽ സമാധാനം ഉണ്ടായാൽ നീ ആരായി മാറും? 5:8 അനുസരിച്ച് മാറും. എന്താണ്? ദൈവത്തിൻ്റെ മകനായി മാറും, ദൈവത്തിൻ്റെ മകളായി മാറും. ദൈവത്തിൻ്റെ മകനുമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറും. അങ്ങനെ അവകാശികൾക്ക് മാത്രമേ മക്കൾക്കടുത്ത പ്രാർത്ഥന ചെയ്യാൻ പറ്റത്തുള്ളൂ. മോസസ് എന്താ പറഞ്ഞത്? കർത്താവേ, ഞാൻ നടക്കേണ്ട വഴി നീ എന്നെ ഉപദേശിക്കണമേ. അത് 33:12 പുറപ്പാടിൻ്റെ പുസ്തകം. ഞാൻ നടക്കേണ്ട വഴി നീ എനിക്ക് ഉപദേശിക്കണം. സോ ദാറ്റ് ഐ മേ ഗ്ലോറിഫൈ യു. അതാണ് സംഭവം, അതാണ് മർമ്മം. ആ മോസസിൻ്റെ പ്രാർത്ഥനയുടെ ബി പാർട്ടാണ് അതിൻ്റെ മർമ്മം. ഇതാണ്, ഞാൻ നടക്കേണ്ട വഴി നീ എനിക്ക് ഉപദേശിച്ച് തന്നാൽ ഞാൻ ആ വഴി കണ്ടുപിടിക്കുകയും രക്ഷപ്പെടുകയും ഞാൻ തിരിച്ച് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. മഹത്വപ്പെടുത്തി ജീവിക്കുമെന്ന്. എൻ്റെ മക്കളെ, എന്ത് പ്രാർത്ഥന ദൈവതിരുസന്നിധി വന്നാലും, എന്ത് വഴിമുട്ടി ഗതിമുട്ടി നിന്നാലും, എന്ത് വഴിക്ക് വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും യു മസ്റ്റ് പ്രേ ബൈ നോ മീൻസ് നീ പ്രാർത്ഥിച്ചേ മതിയാവൂ. എന്ത് പ്രാർത്ഥിക്കണം? കർത്താവ്, ഞാൻ രക്ഷപ്പെട്ട നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുമെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ രക്ഷപ്പെട്ടാൽ ഞാൻ മാത്രം രക്ഷപ്പെട്ടു പോകത്തില്ല, നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കും. നിന്നെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാ? ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ്റെ വചനം പാലിച്ചിരിക്കും. അവൻ്റെ വചനം 6 മാസത്തേക്ക് പാലിക്കുമെന്നല്ല, നിത്യത വരെ. ഞാൻ രക്ഷപ്പെട്ടാൽ നിന്റെ വചനം പാലിച്ച് ഞാൻ ജീവിക്കും. പറയുക മക്കളെ, നിത്യത വരെ ഞാൻ രക്ഷപ്പെട്ടാൽ, നിത്യത വരെ നിന്റെ വചനം പാലിച്ച് മോസസിനെ പോലെ ഈ ജീവിതയാത്ര മുഴുവനും നിന്നെ മഹത്വപ്പെടുത്തും. കൈ അടിച്ചു കർത്താ. ഹല്ലേലൂയ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരൂഹായേ,
എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ എഴുന്നേക്ക്. നിങ്ങൾ എഴുന്നേക്കുന്നവരെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, സിദ്ധാന്തവും പ്രയോഗവും ആശയവും ആവിഷ്കാരവും വഴിയും പ്രവൃത്തികളും എല്ലാം കർത്താവാണ്. കർത്താവിനെ ആവശ്യിക്കാൻ ആവശ്യമായ ആധ്യാത്മിക സാഹചര്യമാണ് ഹൃദയഞെരുക്കമായി നമ്മൾ അനുഭവിക്കുന്നത്. അത് സഹനങ്ങളെ സ്തുതിപ്പാക്കി മാറ്റി കർത്താവിനെ നമ്മൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് വചനത്തിൽ നമുക്ക് ഈശോ വെളിപാട് നൽകിയത്. ഇപ്പോഴ് ഈ അനുഗ്രഹ നിമിഷങ്ങളിൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഉടമ്പടി ചെയ്യാത്തവരുണ്ട്, എത്രയും വേഗം ഉടമ്പടി ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്ലെയിമായി. ഉടമ്പടിയുടെ ഒരു ഗുണം അത് വചനപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. അത് പുരാതനമായ പ്രാർത്ഥനയും ഒരു പുതിയ പ്രാർത്ഥനയുമാണ്. കംപ്ലീറ്റ് ബൈബിളാണ്. അതുകൊണ്ടാണ് ഹാൻഡ് ബുക്ക് നിങ്ങൾ വായിക്കണമെന്ന് പറയണത്. ഹാൻഡ് ബുക്ക് വായിക്കാത്തവരും കൃപാസനം അറിയാത്തവരും ഉടമ്പടിയെ ആരെങ്കിലും വിമർശിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യരുത്, ആ ഹാൻഡ് ബുക്ക് വാങ്ങിച്ചു കൊടുത്തേക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? അച്ഛൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് കൊടുക്കണം. ഉടമ്പടി എടുത്തവർ ചെയ്ത അനുഭവ സാക്ഷ്യങ്ങൾ കാണിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ മുമ്പിൽ നൂറുകണക്കിന് അനുഭവ സാക്ഷ്യങ്ങളുമായി ദൈവം ഉടമ്പടിയെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്താണ് 16-26 പറയണത്? നിൻ്റെ പ്രവൃത്തികളെ ഞാൻ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. ഉടമ്പടിയുടെ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷ്യമാണ്. ഉടമ്പടിയുടെ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം എന്താ പറയണത്? സാക്ഷ്യമാണ് സ്ഥിരീകരണം. കർത്താവ് സ്ഥിരീകരണത്തിന് എന്താ പറഞ്ഞത്? വൃക്ഷത്തെ ഫലത്തിൽ നിന്നറിയാം. വൃക്ഷത്തെ ഫലത്തിൽ നിന്നറിയാം. അപ്പോഴേ ഉടമ്പടി ഫലങ്ങളാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ആ വൃക്ഷം ദൈവവൃക്ഷമാണെന്നുള്ളത് ആയിരങ്ങളുടെ വിശ്വാസവും അനുഭവവുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണാത്തവരും കേൾക്കാത്തവരും പുതിയ പ്രാർത്ഥനയായത് കാരണം ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ സംശയം പറയും. ഒരു സംശയം പറയേണ്ട, നിങ്ങൾ ആ ബുക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പോൾ പുതിയ പുസ്തകം വരുന്നുണ്ട് ജനങ്ങൾക്ക് പൊതുവായിട്ട് വായിക്കാനുള്ള. ഉടമ്പടി പുസ്തകം തന്നെയായിരിക്കും. ഇത് കുറച്ചുകൂടി ഇതിൻ്റെ ആഴങ്ങൾ ഭയങ്കരമായ ആഴവും ഉയരവുമാണ് ഉടമ്പടിക്കുള്ളത്. അതുകൊണ്ട് അതിൻ്റെ മഹങ്ങളെല്ലാം അതാത് കാലങ്ങളിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് ഉടമ്പടിയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പറയും. പിന്നെ ഞാൻ വീണ്ടും പോയി അതിരുന്ന് ചിന്തിച്ച് ആലോചിച്ച് വചനം നോക്കി എടുത്തിട്ട് വീണ്ടും അത് എഴുതി വെക്കും. അങ്ങനെ സമ്പൂർണ്ണ ജ്ഞാനമുണ്ട് ഇപ്പോൾ ഉടമ്പടി പുസ്തകത്തിൻ്റെ. ഉടനെ വരും, അടുത്ത മാസം കിട്ടും നിങ്ങൾക്ക് ഉടമ്പടി സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ പുസ്തകം. അപ്പോൾ എൻ്റെ മക്കളെ സന്തോഷമായിരിക്കുക. ഇപ്പോഴും നമ്മൾ രോഗികൾക്ക് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. നാനാതരത്തിലുള്ള രോഗികളാണ്. അസ്ഥി രോഗികൾ, പേശി രോഗികൾ, ആന്തരിക അവയവ രോഗികൾ, വിട്ടുമാറാത്ത മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗികൾ, പഴകിയ രോഗികളെല്ലാം പ്രാർത്ഥിക്കാൻ പോയി. കർത്താവ് ആ സമയത്ത് കർത്താവെ സാക്ഷ്യം പറയിപ്പിക്കണേ, കർത്താവെ സാക്ഷ്യം പറയിപ്പിക്കണം എന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, അനേകം മക്കളെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈശോ, അസ്ഥി രോഗികളെ സുഖപ്പെടുത്തണമേ, പേശി രോഗികളെ സുഖപ്പെടുത്തണമേ, ഹൃദയത്തിലെ സ്പർശിക്കുന്ന കർത്താവേ, കരളിനെ സ്പർശിക്കുന്ന കർത്താവേ, വാതരോഗികൾ, വെരിക്കോസിന് അസുഖമുള്ളവർ, പിസ്റ്റുല രോഗികൾ, പിസിഒഡി രോഗികൾ, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, തലവേദന ഉള്ളവർ, ഈശോ ആർസസ് രോഗികൾ, ആൾസർ രോഗികൾ സ്പർശിക്കണമേ കർത്താവേ. ഈശോ അലർജി രോഗികൾ, ചിരങ്ങ്, ചൊറി കർത്താവ് സ്പർശിക്കണം. ഉദര രോഗികൾ, ഉദരാശയത്തിൽ, മൂത്രാശയത്തിൽ, ഗർഭാശയത്തിൽ, ആമാശയത്തിൽ സിസ്റ്റുള്ളവർ, വേദന ഉള്ളവർ, ഒഴിക്കാൻ പറ്റാത്തവർ, മുത്രാശയ രോഗികൾ, യൂറിനറി ബ്ലാഡർ കുഴപ്പമുള്ളവർ, യേശുവെ യൂറിക് ആസിഡ് ഉള്ളവർ, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, രോഗങ്ങൾ, പശുരോഗങ്ങൾ, ക്രിയാറ്റിൻ രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ.
പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, ഉദര രോഗികൾ ഇപ്പോൾ വയറെ കൈപൊത്തി പ്രാർത്ഥിക്കാൻ ഈശോ പറയുക. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ഉദര രോഗികൾ വയറെ കൈപൊത്തി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. വയർ പെരുപ്പമുള്ളവർ, വയറ് വേദന ഉള്ളവർ, വയറിൻ്റെ ഉള്ളിൽ മുഴയുള്ളവർ, തന്നെയല്ല അടിവയറ്റിൽ നിങ്ങൾ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അടിവയറ്റിലുള്ള ആന്തരിക അവയവങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ സൗഖ്യം ലഭിക്കുന്ന സമയമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, സ്പർശിക്കുന്ന കർത്താവേ, അടിവയറ്റിലെ ആന്തരിക അവയവങ്ങൾ, ഉദര രോഗികൾ, അടിവയറ്റിലെ രോഗികൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവർ നൽകി. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവർ നൽകി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, പിൻകഴുത്തിൻ്റെ വേദന, തലയിലെ ഹിഡിനെസ്, ഭാരം, കണ്ണിന് കാഴ്ചക്കുറവ്, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, അവിടെ എല്ലാം നിങ്ങൾ രോഗങ്ങളുള്ളവർ ഇപ്പോൾ കൈവച്ചുകൊണ്ട് ശ്രുതിയുടെ ഹല്ലേലൂയ. നല്ലനായ ഈശോ, ഒന്നും സാധ്യമില്ലാത്തവനെ ഈശോ, എല്ലാം സത്യമായവനെ ഈശോ, നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇപ്പോൾ കൈവച്ചിരിക്കുന്ന രോഗങ്ങളെ സാക്ഷ്യം പറയാൻ സാധിക്കുന്ന വിധത്തിൽ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കേണ്ട. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിത രംഗങ്ങൾ ഓരോന്നായി ഈശോൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾക്കറിയാം, ഉടമ്പടിയും കൃപാസനവും ഒക്കെ അതിൻ്റെ കാരിസം തന്നെ എന്താ? ആദ്യകാലം മുതലേ, ഇപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്തപ്പോൾ നമുക്ക് ക്ലെയിം ആയെന്നാണ്. പക്ഷേ ഇതൊക്കെ മുമ്പ് ഇവിടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കൂടിയെന്നേ ഉള്ളൂ. ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ കൂടി ഉടമ്പടി ആയപ്പോൾ. വസ്തു വിൽപ്പന, വസ്തു വാങ്ങിക്കുക, പ്രമോഷൻ, ട്രാൻസ്ഫർ, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷ, കേസ്, സ്ഥലമളവ്, കോടതി, യാത്ര, വിസ, പെർമനൻ്റ് വിസ, എമിഗ്രേഷൻ, പലതരത്തിലുള്ള സാങ്കേതിക രേഖാമൂലമുള്ള കുരുക്കുകൾ, വിദേശ രാജ്യത്ത് അകപ്പെട്ടു പോയവർ, വരാൻ നിർവാഹമില്ലാത്തവർ, അങ്ങനെ എത്രയോ പേരെയാ അമ്മ ഉടമ്പടിയിലൂടെ കണ്ണുനീരൊപ്പി പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരണത്. അതുപോലെ നിങ്ങളും വരും. നിങ്ങൾ പറയണം, അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താറിൽ എനിക്കും കയറി സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളും പറയണം, എവിടെയെല്ലാം ആയാലും ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും, ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ദൈവത്തെ വിട്ടു നിൽക്കത്തില്ല, തിന്മയിലേക്ക് പോകത്തുമില്ല എന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ട പിന്നീട് ഒരിക്കലും തിന്മയിലേക്ക് വീഴത്തില്ല. യേശുവിൻ്റെ മകനായി, യേശുവിൻ്റെ മകളായി ജീവിച്ചു കൊള്ളാം. എൻ്റെ കർത്താവേ, ഞങ്ങൾ മക്കൾ ഒരേ മനസ്സോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകൾ, വരുമാന മേഖലകൾ, സാമ്പത്തിക കടങ്ങൾ, തൊഴിൽ മേഖലകൾ, ഞങ്ങളുടെ വിദ്യാഭ്യാസ രംഗങ്ങൾ, സാങ്കേതിക രേഖകളുടെ രംഗങ്ങൾ, പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, യാത്രകൾ, ദൈവ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള ഉയർത്തിയിട്ടുള്ള ഓരോ വിഷയങ്ങളുടെ മേലും പരിശുദ്ധ മധ്യസ്ഥതയാൽ യേശുവിൻ്റെ ശക്തി ഒഴുകട്ടെ. പുതിയ വരുമാന മാർഗങ്ങൾ, പുതിയ സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കുന്ന പുതിയ വരുമാന മാർഗങ്ങൾ, പുതിയ വഴികൾ ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കട്ടെ. യാത്രയുടെ തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സന്താനങ്ങൾ, മക്കൾ ഇല്ലാത്തവർ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടു പോയവർ, കുടുംബത്തിൻ്റെ
സമാധാനം നഷ്ടപ്പെട്ടവരെ ദൈവമേ കണ്ണീരോട് ഉടമ്പടി ചെയ്ത ഓരോ വിഷയങ്ങളുടെ മേല് മാർഗരോഗങ്ങള് തീരവേദനകള് ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോടേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പാപമിൽ ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ അടിസ്ഥാന വാഗ്ദാനങ്ങൾ ഒന്നാണ് നിൻ്റെ സന്തതികൾ മൂലം ലോകത്തിലെ എല്ലാ സന്തതികളും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ഉൽപ്പത്തി 33:18 വായിക്കുന്ന വലിയ അടിസ്ഥാന മെസ്സേജാണ്. സന്താനങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം. MOH, ഹാദ്, IELTS, പഠന പുരോഗതി, വലിയ മാർക്ക് വാങ്ങി മെറിറ്റിലോട്ട് വരുന്നവർ. അപ്പോൾ സന്താനങ്ങളുടെ മേഖലയിൽ അത് തെറ്റായ പ്രണയത്തിൽ കുടുങ്ങി അകപ്പെട്ടു പോയവർ, അങ്ങനെ സന്താന മേഖലയിലെല്ലാം വലിയ വിടുതൽ നമുക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം സന്താനങ്ങൾ പോലും ഉണ്ടാവുന്നത്. കാര്യം 22 കൊല്ലം ഒക്കെ മക്കളില്ലാതിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ മക്കൾ കിട്ടണത് 11 കൊല്ലം, 16 കൊല്ലം, അങ്ങനെ ഓരോ റേഞ്ചിൽ. അപ്പോൾ ഈ സന്താനങ്ങൾക്കുള്ള അടിസ്ഥാന വാഗ്ദാനമാണ്, ഉടമ്പടി വാഗ്ദാനമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സന്താനങ്ങളെ കിട്ടണതും. ഒരു മാർഗ്ഗമില്ലെങ്കിലും സന്താനങ്ങളെ ദൈവം തരും. അപ്പോൾ സന്താനങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം അതാണ് ഇത്രയും ചെറുപ്പക്കാർ പറഞ്ഞതും ഒത്തിരി പേരൊക്കെ പേർക്ക് സാക്ഷ്യം പറയാൻ കഴിയണതും ഒക്കെ അതാണ്. സന്താനങ്ങളുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനപ്രദം ഉടമ്പടിയുടെ പരിധി വരുന്ന വാഗ്ദാനത്തിൻ്റെ സബ്ജക്റ്റാണ് സന്താനങ്ങളിലൂടെ മറ്റുള്ള സന്താനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ അത് മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്തവരെ, മക്കൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്തവരുണ്ട്, മക്കൾ തന്നെ ഉടമ്പടി ചെയ്തവരുണ്ട്. അതെല്ലാം ഇപ്പോൾ ഓർക്കണം. ഉടമ്പടി ചെയ്യാനിരിക്കുന്നവരുണ്ട്, അത് അവർ ഓർക്കണം. പഠനമായാലും ജോലിയായാലും വിസയായാലും സ്റ്റഡി വിസയായാലും പൈസ കൊടുത്തിട്ട് കളിപ്പിക്കപ്പെട്ട ആൾക്കാരായുണ്ട്. അറിയാതെ പൈസ കൊടുത്തിട്ട് കളിപ്പിക്കപ്പെട്ടിട്ട് പൈസ കിട്ടാതിരിക്കുന്നവരില്ലേ, അവരൊക്കെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കണം. ഇപ്പോൾ 36 വയസ്സുള്ള കല്യാണങ്ങൾ നടക്കുന്നു, 32 വയസ്സ് 34 വയസ്സുള്ളവരുടെ കല്യാണമൊക്കെ നടക്കുന്നത്. അതെല്ലാം ഉടമ്പടി പ്രകാരമുള്ള സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷ്യങ്ങളാണ്. സാറ ചിരിച്ചതും ഈ പ്രായക്കൂടുതൽ കൊണ്ടാണ് ചിരിച്ചത്. പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഉടമ്പടിയുടെ ഭാഗമാണ്. നിനക്കെത്ര പ്രായമായാലും ദൈവം തീരുമാനിച്ചാൽ അത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ പ്രായക്കൂടുതൽ കൊണ്ട് സാറ ചിരിച്ചു. നിൻ്റെ പ്രായക്കൂടുതൽ 36 40 വയസ്സാണെന്ന് ചിരിക്കൊന്നും വേണ്ട. നിനക്ക് ജീവിത പങ്കാളിയെ കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൗനമായി നിനക്ക് പ്രാർത്ഥിക്കാം.
നേർച്ച വസ്തു എടുക്കുക. മക്കളെ, കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ച വസ്തു അമ്മയുടെ പത്രമാണ്. പത്രത്തെക്കുറിച്ചുള്ള വലിയ ഗംഭീര സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ മാസം ഒത്തിരി കേട്ടേ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി ഒന്നാം ഘട്ടം, ഇപ്പോൾ 3 മാസം കഴിയുമ്പോൾ ഉടമ്പടി ഒന്നാം ഘട്ടമാണ് പുതുക്കണത്. ഉടമ്പടി ഒന്നാം ഘട്ടം പുതുക്കിയവർ ഞങ്ങൾ ഉടമ്പടി പുതുക്കിയെന്നും പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരിക്കരുത്. ഈ രാജ്യത്തുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പ്രാർത്ഥന കൂടണം. കാര്യം ഉടമ്പടിയുടെ രീതി അനുസരിച്ച് 4 പ്രാവശ്യം നമുക്കത് പുതുക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ ഉടമ്പടി വെളിപ്പെടുത്തുമ്പോഴും ആ 4 പുതുക്കൽ കഴിയുന്നതിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ദൈവികമായ ഇടപെടലുണ്ടാകും. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചില കാര്യങ്ങൾ ദൈവം ഇടപെടലുണ്ടാകും. അത് നമ്മുടെ കൈ കിട്ടാൻ വേണ്ടിയുള്ള താമസമാണ് വരുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ താമസമല്ലത്. അതൊക്കെ കൗൺസിലിംഗ് ചെയ്യുമ്പോഴാണ് അറിയണത്. ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്യണതിന് ഇപ്പോൾ ഉള്ള സംവിധാനം എന്ന് പറയണത്, ഉടമ്പടിയും കൗൺസിലിംഗും തമ്മിൽ ബന്ധമില്ല. അത് ഉടമ്പടി അമ്മയോട് ചെയ്തിട്ട് അമ്മ നേരിട്ട് നിങ്ങളെ സഹായിക്കുന്ന വിഷയമാണ്. അതാണ് സാക്ഷ്യം പറയുന്നതിന് 13 ഉടമ്പടി കൗൺസിലിംഗ് ചെയ്യാത്ത ആൾക്കാരാണ് സാക്ഷ്യം പറയുന്നത്. അമ്മ നേരിട്ട് അനുഗ്രഹിക്കുന്നതാണ്. അത് ഉടമ്പടി ചെയ്യുന്ന ദിവസം മുതൽ ആരംഭിക്കും ആ അനുഗ്രഹം. അത് നമുക്ക് സാക്ഷ്യത്തിൽ മനസ്സിലാകും. പക്ഷേ ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പോൾ പൈസയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നാൽ അത് സത്യസന്ധമാണ്. ചോദിക്കാൻ വേണ്ടി ചോദിക്കരുത്. അതൊക്കെ വരുമ്പോൾ അച്ഛൻ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നു വരും. കാര്യം നിങ്ങളുടെ അരൂപി കറക്റ്റ് അല്ലെങ്കിൽ അപ്പം എനിക്ക് ദേഷ്യം വരും. കാര്യം നിങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശമില്ല, പോകാനും ഉദ്ദേശമില്ല. എന്നാൽ അച്ഛനെ കണ്ടതല്ലേ, എന്നാൽ ഒന്ന് കിസിയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചുമ്മാ ചോദിക്കും. നിങ്ങൾ ചോദിക്കണ ചോദ്യം അച്ഛനോടല്ലെന്ന് ഓർത്തേക്കണം നിങ്ങൾ. അത് ആ സമയത്ത് ദൈവത്തോട് നമ്മൾ ചോദിക്കുകയാണ്. ഞാനൊരു മീഡിയ വഴിയോടെ നിൽക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ സീരിയസ് വിഷയമാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി പുതുക്കിയ കാർഡ് കാണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഇപ്പോൾ പൈസ ഇല്ലേ ഇവിടെ ഉടമ്പടി അടുത്ത കൊല്ലം വരെയുള്ളവർ 2020 ഡിസംബർ വരെയുള്ള ആൾക്കാർ അച്ഛനെ കാണാൻ അവിടെ ചീട്ടെടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പുതുക്കിയവരൊക്കെ ഈ പ്രാർത്ഥനാ ദിവസം എമർജൻസി കേസ് എല്ലാം എടുക്കും. ഒരു 10-40 പേര് വരെ എടുക്കും. 40 പേര് വരെ എടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ മണി 7 ആവും. ഞാൻ തളരും. ഞാൻ തളർന്നു കഴിഞ്ഞാൽ പിന്നെ എടുത്ത മെസ്സേജും ആകത്തില്ല, ഒന്നും ആകത്തില്ല. പിന്നെ എങ്ങോട്ട് പോരും. അപ്പോൾ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി അപ്പോൾ പുതുക്കി വെക്കണം എപ്പോഴും നല്ലതാണ്. കാര്യം ഞാൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചോദിക്കണത് ഉടമ്പടി പുതുക്കിയതാണെന്നേ ചോദിക്കത്തുള്ളൂ. ഉടമ്പടി എടുത്തതാണെന്ന് ചോദിച്ചാൽ ഉടമ്പടി സ്ഥിരീകരിക്കണമെങ്കിൽ ഉടമ്പടി പുതുക്കണം. ഉടമ്പടി സ്ഥിരീകരിക്കണമെങ്കിൽ ആ ഉടമ്പടി പുതുക്കിയിരിക്കണം. അപ്പോൾ പുതുക്കിയതാണെന്ന് ചോദിക്കത്തുള്ളൂ. ഞാൻ ആ കവറിൽ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവർക്കും കൗൺസിലേഴ്സിനും പുതുക്കാൻ പറ്റത്തില്ലല്ലോ. 1-2 പേർക്ക് മാത്രമേ പുതുക്കാൻ അനുവാദമുള്ളൂ. വളരെ സീനിയർ ആയിട്ടുള്ളവർ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ അറിയാവുന്നവർക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങളിതിൻ്റെ കള്ളത്തരം പറയാമല്ലോ. ഉടമ്പടി എടുത്ത് വീട്ടിൽ ഇരുന്നിട്ട് നാട്ടുകാരെ കൊണ്ട് പത്രം മേടിപ്പിച്ചിട്ട് പുതുക്കാൻ വേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരിക്കലും ദൈവത്തിനെ പറ്റിക്കരുത്. ചില ആൾക്കാർ ഉടമ്പടി എടുക്കും, ആദ്യ പ്രാർത്ഥനയ്ക്ക് വരും, പിന്നെ വീട്ടിൽ ഇരുന്നിട്ട് നാത്തിനും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, നാത്തിനെ വീട്ടിൽ 25 പത്രം ചീട്ട് മേടിച്ച് വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ചീട്ട് വെച്ചുകൊണ്ട് പുതുക്കാൻ വരും. അപ്പോഴിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമായി. കാര്യം നിങ്ങൾ ഫ്രോഡാണ്, ദൈവത്തിനെ പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് അവിടെയും പറ്റിക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു പറ്റിക്കലായിരിക്കും. ഇപ്പോൾ തിക്കുള്ളി കൊണ്ടൊന്നും തലചുറകി ആരും പത്രാസ് കാണിക്കാനോ കേമത്തം നടിക്കാനോ ഒന്നും ഉദ്ദേശിക്കേണ്ട. കാര്യം ഈ സാധനം അവസാനം എപ്പോഴെങ്കിലും ഒരു സീരിയസ് വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണേണ്ടി വരും. അപ്പോൾ ഈ പത്രം എല്ലാം പ്രശ്നമാകും. കാര്യം അച്ഛനാണെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. ഞാൻ വിഷയമല്ല നോക്കണത്, ഉടമ്പടിയോട് വിശ്വസ്തതയാണ് നോക്കണത്. വിഷയമല്ല നോക്കണത്, വിശ്വസ്തതയാണ് നോക്കണത്. അതുകൊണ്ട് പത്രത്തിൻ്റെ കാർഡ്, ഉടമ്പടി ചെയ്ത കാലം മുതലുള്ള പത്രത്തിൻ്റെ കാർഡ് എല്ലാം കൊണ്ടാണ് നോക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് സമാധാനം പറയേണ്ടി വരും ഒരു വിഷയം വരുമ്പോൾ. കാര്യം നമുക്കൊരു മെസ്സേജ് കിട്ടേണ്ടത് നിങ്ങളായിട്ട് കളയരുത്. ഒരു വിഷയം വന്നാൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ നിങ്ങൾ ക്രാസ് ഇപ്പോൾ ഈ ഉടമ്പടി പുതുക്കിയ ആൾക്കാർ അത്യാവശ്യത്തെ കാണാനുള്ളൊരു 40 പേർക്ക് ഈ ക്രാസിൽ നിന്നാൽ ഞാൻ ഇന്ന് ക്രാസി മുഴുവൻ സന്ദർശിച്ചിട്ട് ഇവരുടെ പേപ്പറെല്ലാം നോക്കിയിട്ട് അവരോട് സംസാരിക്കും. പിന്നെ അത്യാവശ്യക്കാരെ നിൽക്കാവോ? അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അത്യാവശ്യമാണ്, ഇത് ഈ ആഴ്ച തീരുമാനം എടുക്കേണ്ടതാണ്. ഇപ്പോൾ 2 കല്യാണം 3 കല്യാണം ഒരുമിച്ച് വന്നിട്ട് പലർക്കും പല രീതികളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു താല്പര്യം ഇതിൽ ഏതെങ്കിലും ദൈവഹിതമാണെന്ന് അറിയണമെന്ന് തോന്നിയാൽ കൺഫ്യൂഷനായി വീട്ടിൽ തർക്കവും ബഹളവും ഒക്കെയാണ് വിചാരിച്ചോ,
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അച്ഛനോട് ചോദിക്കാം, അച്ഛാ ഇതിൻ്റെ ഏതാണെന്ന് ചോദിക്കാം. പക്ഷേ കാര്യമുണ്ട്, അച്ഛനോട് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ജോലിയുള്ള ആൾക്കാരുടെ മെസ്സേജ് കിട്ടത്തില്ല, ജോലി ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ മെസ്സേജ് വരണത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, അയ്യോ ജോലി ഇല്ലാത്തതാണല്ലോ, ഇത് എന്നാ കാണിക്കാനാണ്. ചിലപ്പോൾ ഈ നിങ്ങൾ ജോലി ഉണ്ടെന്ന് ഇന്ന് പറയുന്ന ആൾ ചിലപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ ആ ജോലി പോകും. ജോലി ഇല്ലെന്ന് ഇന്ന് പറയുന്ന ആൾ ചിലപ്പോൾ നല്ല ജോലി കിട്ടിയെന്ന് വരും. അപ്പോൾ ദൈവം ആ കറക്റ്റ് അനുസരിച്ച്, ഞാൻ 25 കൊല്ലമായിട്ട് തന്നെയല്ലേ ജോലി. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഒരു സംഭവം. അതുകൊണ്ട് മെസ്സേജ് വരുമ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും അച്ഛനൊക്കെ കേട്ടാൽ അത് നടപ്പിലാക്കാൻ തീരുമാനിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ ഇവിടുന്ന് കേട്ടിട്ട് ദൈവത്തിൽ നിന്നൊരു വാചനം സന്ദേശം കേട്ടിട്ട് വീട്ടിൽ പോയി വേറെ വല്ലതും ചെയ്ത് പിടിപ്പിച്ചാൽ പണി പാളും. പിന്നെ ഒരിക്കലും ദൈവം നിങ്ങളോട് സംസാരിക്കത്തില്ല. കാര്യം അത്രയും സീരിയസ് ആണ്. അതുകൊണ്ടാണ് മെസ്സേജ് ചോദിക്കുമ്പോൾ നടപ്പിൽ വരുത്തേണ്ട വിഷയം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നടപ്പിൽ വരുത്തിയേക്കണം. ചോദിച്ചില്ലേ കുഴപ്പമില്ല, നിങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ മനസ്സറിയത്തില്ലല്ലോ, അറിയാതെ നിങ്ങൾ ചെയ്താൽ, അറിഞ്ഞിട്ട് ചെയ്താൽ പിന്നെ അത് മാരകമായ വിഷയമായി മാറും. അതങ്ങനെ ചെയ്യരുത്. പക്ഷേ സഹായിക്കാനുള്ള നിങ്ങളൊക്കെ ആണെങ്കിൽ കർത്താവിനൊരു പ്രശ്നവുമില്ല, നിങ്ങളെ സഹായിക്കും. അപ്പം അങ്ങനെ ഇപ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കും 40-50 പേരെ വെച്ച് എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ 2 കൊല്ലമൊക്കെ കാത്തു നിൽക്കേണ്ടി വരും. ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. കാര്യം ഒരു ദിവസം തന്നെ 700 പേര്, 400 പേര്, 500 പേരൊക്കെയാണ് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പം എങ്ങനെ കണ്ടു തീർക്കും? ഇപ്പം കാണാൻ വേണ്ടി ആരും ഉടമ്പടി എടുക്കരുത്, അമ്മയെ കാണാൻ വേണ്ടി ഉടമ്പടി എടുക്കണം. പിന്നെ ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് പറയണതാണ്, ഒരു അവസ്ഥയിൽ വന്നുപെട്ടാൽ സഹായിക്കാനുള്ള മനസ്സുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അല്ല ആരോഗ്യം ഉണ്ടായിട്ട് ആവതുണ്ടായിട്ട് പറയണമല്ല, അതൊരു മനസ്സ് കൊണ്ട് പറയണതാണ്. അപ്പം എൻ്റെ മക്കൾ പരമാവധി അമ്മയെക്കൊണ്ട് തന്നെ എല്ലാം നേടാൻ നോക്കണം. അങ്ങനെയാണ് ഉടമ്പടിയുടെ രീതികളെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ വിദേശത്ത് വരുന്നവർക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാര്യം അവർ ചിലപ്പോൾ ഒരു ചേച്ചി വന്ന് പറഞ്ഞത്, എൻ്റെ അമ്മയുടെ അസുഖത്തിന് വേണ്ടി വന്നതാണ്, അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ വിദേശ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ, എടുക്കാൻ പറ്റത്തില്ല. കാര്യം അവർക്ക് പ്രാർത്ഥന കൂടാൻ പറ്റാത്തത് കൊണ്ടാണ്. പ്രാർത്ഥന ഇവിടെ വന്ന് കൂടുക എന്നുള്ളത് ഉടമ്പടിയുടെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, വിദേശത്ത് വന്ന് ലീവില്ലാത്തവർക്ക് അവിടെ ID കാണിക്കണം. അവരവിടെയാണെന്നുള്ളതിൻ്റെ ID കാണിച്ചാൽ അവർക്ക് ഒരു എപ്ഷൻ കൊടുക്കും. എന്താ, അവർക്ക് മഞ്ഞ ഉടമ്പടി കൊടുക്കും, യെല്ലോ ഉടമ്പടി പ്രകാരം അവർ പ്രേക്ഷിത പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. പിന്നെ യൂട്യൂബിൽ മാത്രം ധ്യാനം കൂടിയാൽ മതി. കാരണം അവർക്ക് ടിക്കറ്റ് ബുധനാഴ്ച പോകാനുള്ള ആൾക്കാരാണ്, അവർക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്കൊണ്ട് യൂട്യൂബിൽ മാത്രം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈശോ അത്ഭുതം തുടങ്ങിയില്ല, അത് വലിയ ഭാഗ്യമായിപ്പോയി, അത് വലിയ അനുഗ്രഹമായെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം അതൊക്കെ കർത്താവിൻ്റെ ഒരു സ്ഥിരീകരണമാണ്. കാര്യം അകല രാജ്യങ്ങളുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്ന പരിപാടിയാണത്. അപ്പോൾ അത് വലിയ ഭാഗ്യമായി. ആ സാക്ഷ്യപ്പെടുന്നത് കൊണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവർ, പക്ഷേ നിങ്ങൾ സത്യസന്ധരാണെന്ന് അറിയാൻ വേണ്ടി 6 മാസത്തെ പത്രത്തിൻ്റെ പണം നിങ്ങൾ നേരത്തെ ഇവിടെ അടക്കണം. അല്ലെങ്കിൽ നാട്ടിലുള്ളവർ ഞങ്ങൾ വിദേശികളാണെന്ന് പറഞ്ഞ് വരൂ, മലയാളിയല്ലേ, കാര്യം കാണാൻ എന്ത് വേണേലും പറയുമവർ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അംഗീകരിക്കത്തില്ല. സിസ്റ്ററിനോട് മാനേജറിനോട് സംസാരിക്കാൻ അവർക്ക് അനുവാദമുള്ളൂ, വേറെ ഒരു കമ്മ്യൂണിക്കേഷനെ ഏൽപ്പിച്ചിട്ടില്ല. സത്യസന്ധമായിട്ട് അവർ വിദേശത്ത് തന്നെയാണെന്ന് ഉറപ്പ് വന്നാൽ അവിടെ പ്രൂഫെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടമ്പടി ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ മഞ്ഞ പേപ്പർ തരും. ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ ഫയലിലൂടെ നിൽക്കുന്നതും മഞ്ഞ പേപ്പറായിരിക്കും. അപ്പോൾ അവർക്ക് 6 മാസത്തെ പത്രത്തിൻ്റെ കാർഡ് പൈസ അടച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ പോസ്റ്റിൽ പത്രം അയച്ചു തരും. അപ്പോൾ അതിനുവേണ്ടിയാണ് മേടിക്കുന്നത്. പോസ്റ്റിൽ പത്രം അയച്ചു തന്നാൽ നിങ്ങൾ 5ഉം 10ഉം ഒക്കെ ഇട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കൊടുത്ത് തീർക്കണം. പത്രം വാങ്ങുന്നവർ ആരായാലും ഒരിക്കലും പത്രം വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്, പക്ഷെ ഒരുമിച്ച് കൊണ്ടേ കൊടുക്കുകയും ചെയ്യരുത്. അത് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് പോവുകയുള്ളൂ. മറിച്ച് 5, 10ഒക്കെ ഇട്ട് ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് അത് കൊടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ മനസ്സിൽ പറയണം, കർത്താവേ എൻ്റെ അടുക്കുന്ന പത്രം വാങ്ങിക്കുന്നവർ ഈശോനെ തേടി വരാൻ ഇടയാക്കണേ. അവിടെ വിഷമസന്ധികളിലെ അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പത്രത്തിന് വരെ നമ്മൾ കേൾക്കാത്ത, ഞങ്ങളാരും ഈശോയുടെ ഇരിപ്പുണ്ടല്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഒരിക്കലും പത്രത്തെ തൊടണമെന്ന്, പത്രം കിടക്കണമെന്ന്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ചില രോഗികൾ അങ്ങനെ ചെയ്യണത് അവർക്ക് ദൈവം കൊടുക്കണ വ്യക്തിപരമായ ചില ബോധങ്ങളാണ്. അതനുസരിച്ച് അമ്മ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കൃപാസനത്തിൽ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങി ഊളംപാറയെ വരെ ഭ്രാന്തന്മാരെ വരെ കൊണ്ടുപോയി പത്രം കൊടുത്ത് പുറത്തുനിന്ന് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അവർ സുഖപ്പെടാൻ വേണ്ടി. അങ്ങനെയൊക്കെയുള്ള കുറേ പണികളൊക്കെ ഇവിടെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായി ദൈവത്തെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ വല്ല നമുക്ക് ഭ്രാന്താണ്, ഭ്രാന്തന്മാർക്ക് കൊണ്ടുപോയി ചുവന്നുകൊണ്ട് പത്രം കൊണ്ടുപോയി കൊടുത്തിട്ട് ഊളംപാറ പുറത്ത് നിന്നുകൊണ്ട് അവരുടെ അഴുക്ക് പുറത്ത് നിന്നുകൊണ്ട് അവരെ പത്രം വായിച്ച് കേൾപ്പിക്കും. എന്തിനാണ്? കർത്താവ് ഇത് കേൾക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ ആരുമില്ല, പ്രാർത്ഥിക്കാൻ ബോധവുമില്ല. അപ്പോൾ അവരുടെ സങ്കടം അവർക്ക് മക്കളൊക്കെ ഉണ്ടാകുമല്ലോ, കുടുംബം ഉണ്ടാകുമല്ലോ.
ഞാൻ ചില ഭ്രാന്തന്മാരെയൊക്കെ ഭ്രാന്ത് മാറ്റി കെട്ടിച്ചിട്ടുണ്ട്. കാര്യം അത് എന്താ വെച്ചാൽ അത് നമുക്ക് അവരുടെ കാരുണ്യം തോന്നിയാൽ എപ്പോഴെങ്കിലും ഈശോ അവരെ സഹായിക്കും. ആരും പ്രാർത്ഥിക്കാൻ ഇല്ലാത്തവർ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളവരെ സ്പോൺസർ ചെയ്യണം. ആരും ഇല്ല അവർക്ക് പ്രാർത്ഥിക്കാൻ ബോധവും കാണത്തില്ല, പ്രാർത്ഥിക്കാൻ വിശ്വാസം കാണത്തില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെയുള്ള കേസൊക്കെ എടുക്കണം, കാരുണ്യ പ്രവൃത്തിയായിട്ട് എടുക്കണം. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ അവൻ്റെ മകളാണെന്ന് മനസ്സിലാകും. നീ അവൻ്റെ മകനാണെന്ന് മനസ്സിലായാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഞാൻ 4 വയസ്സ് തൊട്ട് അങ്ങനെയൊക്കെ പഠിച്ചു വന്നത്, അതെല്ലാം സത്യവുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവളായി മാറാൻ നോക്കണം, പ്രിയപ്പെട്ടവരായി മാറാൻ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം കർണാടകയിൽ, ബോംബെയിൽ, ആന്ധ്രയിലൊക്കെ ഉള്ളവർക്കെല്ലാം ഹിന്ദി പത്രം, കർണാടക പത്രം, തമിഴ് പത്രം ഒക്കെ ഉണ്ട്. അവർക്കും ഇതുപോലെ അന്യ ജില്ലയിൽ നിന്ന് വരാൻ പാടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയും പുതിയൊരു പാക്കേജ് തുടങ്ങിയിട്ടുണ്ട്. റോസ് പത്രം കൊടുക്കും. പക്ഷെ അവർക്ക് ഒരു പ്രാർത്ഥന കൂടേണ്ടി വരും. വിദേശികൾക്ക് പ്രാർത്ഥന കൂടേണ്ടെങ്കിലും അന്യ സംസ്ഥാനത്തിലുള്ളവർക്ക് ഒരു പ്രാർത്ഥന കൂടേണ്ടി വരും. ബാക്കി പ്രാർത്ഥന അവർ യൂട്യൂബിൽ കൂടിയാൽ മതി. അപ്പോൾ യൂട്യൂബിൽ എപ്പോഴും നമ്മൾ അച്ഛൻ നിങ്ങൾക്ക് തരണ വചനത്തിൻ്റെ നോട്ടുകൾ, വചനത്തിൻ്റെ 5 മിനിറ്റുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഇന്ന് കേട്ട വചനം നിങ്ങൾക്ക് മുഴുവനും യൂട്യൂബിൽ 2-3 ആഴ്ചക്കുള്ളിൽ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കേട്ട് രാവിലെ കാപ്പി അനത്തുമ്പോഴൊക്കെ അത് മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് ആ വചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഉടമ്പടി നിങ്ങൾ അനുസ്മരിച്ച് പ്രയർഫുള്ളായിരിക്കും. അപ്പോൾ പ്രെയർ ചെയ്യാൻ എളുപ്പമായിട്ട് വരും. തന്നെയല്ല, നിങ്ങളത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. കാര്യം അവരും കർത്താവിൻ്റെ വചനം നിങ്ങളിലൂടെ കേട്ടാൽ നിങ്ങൾ സുവിശേഷ പ്രവർത്തകനായി മാറും. അപ്പോൾ ദൈവം പ്രസാദിക്കാം. അപ്പോൾ ഇങ്ങനെ എളുപ്പം ഉടമ്പടി പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ്, അച്ഛൻ അനുഭവിച്ചറിഞ്ഞ മാർഗ്ഗങ്ങളാണ് നിങ്ങളോട് തെറ്റാതെ പറഞ്ഞു തരണത്. മക്കളത് ഫോളോ ചെയ്യണം. പിന്നെ എപ്പോഴും നേർച്ച വസ്തുക്കൾ മേടിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താ? കൃപാസനം നേർച്ച വസ്തുക്കൾ ഉടമ്പടി ചെയ്യാത്തവർക്ക് ജെറീക്കോ പ്രാർത്ഥന നടത്തിയാണ് അത് വെഞ്ചരിക്കണത്. അതുപോലെ തന്നെ ഉടമ്പടി നടത്തിയവർക്ക് കുർബാന ചൊല്ലി കുർബാന ഉടുപ്പ് കഴിച്ചിടാതെയാണ് അത് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വെഞ്ചരിക്കണത്. അപ്പോൾ കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ കൃപാസനം നേർച്ച വസ്തു മാത്രമേ മേടിക്കാവൂ. അത് ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനൊന്നുമല്ല. ഞങ്ങൾക്ക് പൈസ എനിക്കുണ്ടാക്കണമെങ്കിൽ ഒരു 10-100 കോടി രൂപ ഉണ്ടാക്കാമായിരുന്നു. എത്ര 20-30 കൊല്ലമായി ഞാൻ ശുശ്രൂഷ തുടങ്ങിയിട്ട്. നിങ്ങളുടെ ആരൊക്കെ ഞാൻ കൈ നീട്ടിയിട്ടില്ല, ഞാൻ കാശ് പറഞ്ഞിട്ടില്ല. ആർക്കും പബ്ലിക് പ്രൈവറ്റ് കൗൺസിലിംഗ് ഇല്ല, എല്ലാം പൊതുവായിട്ട് കാര്യങ്ങളേ ഉള്ളൂ, നിങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് ഇവിടെ കൃപാസനം ചോദിച്ചിട്ടില്ല. ഇത് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ധ്യാനകേന്ദ്രമാണ്. നിങ്ങൾ നോക്കിക്കോ, എപ്പോഴും 1000 ആൾ 1500 ആളുകൾ ദിവസം രാവിലെ ഉണ്ടാവും. അവർക്കെല്ലാം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആരോടും പൈസ വാങ്ങിക്കണില്ല. ഒരു സ്വസ്ഥക്കാഴ്ചക്ക് ഒരു പെട്ടി ചുമ്മാ വെച്ചേക്കും, ഇഷ്ടമുള്ളവർ അതിനകത്ത് ഇടും. ആരെങ്കിലും കൊണ്ടുപോകുന്നവരും തരികയില്ല. അത് നിങ്ങൾക്കൊരു സാമ്പത്തിക സമ്മർദ്ദമായ ഭാരമായി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ചെയ്യണ ശുശ്രൂഷ സത്യസന്ധമായിരിക്കണം. അതായത് കൃപാസനത്തിന് കർത്താവ് തന്ന അനുഗ്രഹം അതിൻ്റെ അകത്ത് വെഞ്ചരിക്കണം വസ്തുക്കൾക്കാണ് ഉള്ളത്. അതാണ് നേർച്ച വസ്തു ഉപയോഗിച്ച് ലോകത്ത് ഏതെങ്കിലും ധ്യാനകേന്ദ്രം തിരിവെച്ച് കൊടുക്കണ്ട, ഉപ്പ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കുകയില്ല. ഇത് ധ്യാനകേന്ദ്രമല്ല ശരിക്കും. അതാണ് അനുഗ്രഹ സന്നിധാനം എന്ന് എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ്റെ വേദന കേട്ട് ഭാരം പരിഹരിക്കണ ദൈവത്തിൻ്റെ ആശ്വാസ കേന്ദ്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ നേർച്ച വസ്തുക്കളെല്ലാം നമുക്ക് കിട്ടുന്നത്. ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇത് കൃപാസനത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. അത് ഉടമ്പടി ചെയ്തവർ ഉടമ്പടി പേപ്പർ കാണിക്കാതെ ഒരു തുള്ളി പോലും ഉടമ്പടി തൈലം തരത്തില്ല. ഉടമ്പടി പേപ്പർ കാണിക്കണം. കാര്യം ഉടമ്പടി മുടങ്ങിയതാണെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. അപ്പോൾ അതായത് ഇതെല്ലാം കാര്യം ഒരു ഉടമ്പടി തൈലം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ജീവനാണ് രക്ഷിക്കണത്. ചിലരോട് പറയത്തില്ലേ, ആ ഉടമ്പടി തൈലം അടിവയറ്റി ചുമ്മാ ഒരു കുറിച്ചിട്ടാൽ മതി, ഇതിന് വന്ന് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞാൽ എന്താ? ബാക്കി അമ്മ നോക്കുമത്. അതാണ് അതിൻ്റെ രീതികൾ. അത് നമ്മൾ ഗണിച്ച് പറയണതല്ല, കണ്ട സാക്ഷ്യത്തിൽ നിന്ന് പറയണതും ആന്തരിക ബോധ്യത്തിൽ നിന്ന് പറയണതാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് മക്കൾ ചെയ്യേണ്ടത്. കാര്യം നിങ്ങൾക്ക് അനുഭവങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും അനുഭവം നഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കൃപാസനത്തിൻ്റെ പേരിൽ വരികയും ചെയ്യരുത്. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ട കാര്യം. അപ്പോൾ ശ്രദ്ധിക്കുക, പുറത്തേക്ക് പോണവർ ഹിന്ദി പത്രം മേടിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രം മേടിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ കർണാടക പത്രവും വരും. ഇപ്പോൾ തമിഴ് പത്രം ഓൾറെഡി ഉണ്ട്. പിന്നെ മക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ബ്ലെസ്സിങ്സ് മാസികയുള്ളത്. എല്ലാം വെഞ്ചരിച്ചിരിക്കുന്നതാണ്. വെഞ്ചരിച്ചത് പോലെ വാങ്ങിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യണത് ആരാധന സമാപന ആശീർവാദം നൽകുകയാണ്. ആശീർവാദം നൽകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണത് ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, തൈറോയ്ഡല്ല ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, അങ്ങനെ കുറേ ആൾക്കാർ വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്. അവരൊക്കെ പലരെയും അമ്മ സുഖപ്പെടുത്തുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ഓഫീസിൽ പോയിട്ട് ഇവിടെ ഇടി വെക്കാതെ ഓഫീസിൽ പോയിട്ട് ഞാൻ ഹാർട്ട് രോഗിയാണ്, ചികിത്സയിലിരിക്കുകയാണ്, എനിക്ക് ചീട്ട് തരണമെന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിങ്ങൾക്ക് ചീട്ട് തരും. ആ ചീട്ട് കൊണ്ടുവന്ന് ഇവിടെ ലൈനപ്പ് ചെയ്യണം. നിങ്ങൾ ഹാർട്ട് രോഗികൾ ലൈനപ്പ് ചെയ്യുമ്പോൾ അച്ഛൻ അവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കും. ഒരു സെക്കൻഡേ പ്രാർത്ഥിക്കത്തുള്ളൂ. കാര്യം ബാക്കി അമ്മ ചെയ്യണം. നമ്മളിങ്ങനെ ബസ്സിൽ പിടിച്ച് 5 മണിക്കൂർ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പോയി സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തൊടുക പോലും വേണ്ട. കാര്യം ഇവിടെ കാര്യം ചെയ്യണതെല്ലാം അമ്മയാണ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു പക്ഷേ ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലമാണ്. അതാണ് ഇത്രയും അടയാളം വരാൻ കാര്യം. ഉടമ്പടി പ്രാർത്ഥന പോലെയുള്ള അത്ഭുത പ്രാർത്ഥന നമുക്ക് കിട്ടാനുള്ള കാര്യം അതാണ്. അതുകൊണ്ട് ഹാർട്ട് രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ അവർ വന്ന് ലൈനപ്പ് ചെയ്യണം. നമ്പർ നിങ്ങൾക്ക് അവിടെ നിന്ന് ചീട്ട് തരും. അത് കഴിയുമ്പോൾ ഒരു 10-40 പേരെ മാത്രമേ എടുക്കത്തുള്ളൂ. ആരും പരിഭവപ്പെടേണ്ട കാര്യമില്ല, നടക്കത്തില്ല. കാര്യം ഉടമ്പടി ചെയ്തവർക്ക് ഈ പ്രാർത്ഥന മാത്രം മതി. അവർക്ക് അച്ഛനെ കാണേണ്ട കാര്യമില്ല. ഉടമ്പടി പൂർത്തിയാക്കി കഴിഞ്ഞാണ് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിലാണ് അച്ഛനോട് ആരോഗ്യം ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങനെ വേറെ ആരും കാത്തു നിന്ന് സമയമില്ല. കാര്യം അച്ഛൻ എങ്ങനെയായാലും 6 മണിയാകുമ്പോൾ എല്ലാം തീരും. 6 മണിക്ക് ഞാൻ എത്ര പേരുണ്ടെങ്കിലും ഞാൻ റിട്ടയർ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം കാത്തു നിന്നില്ലേ, എന്ത് കഷ്ടമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. കാര്യം അച്ഛനെ കാണുന്ന ദിവസമല്ല ഇത് പ്രാർത്ഥനയ്ക്ക് വന്ന് കൂടിയിട്ട് പോകുന്ന ദിവസമാണ്. അതുകൊണ്ട് നേരത്തെ ഭക്ഷണം അവിടുന്ന് ആരാധനയിൽ പത്രം വാങ്ങിച്ച് അതിൻ്റെ പേപ്പറെല്ലാം നോക്കിയിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരാധന സമാപിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ പോകാം. കാര്യം നിങ്ങളുടെ കാര്യം നടന്നിരിക്കും, അതിനകത്തൊരു സംശയമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പോകുമ്പോൾ 2-3 ഗേറ്റുണ്ട്. ഈ ഗേറ്റുണ്ട്, ഇതിനകത്ത് തന്നെ 2 ഗേറ്റുണ്ട്. ഇഷ്ടമുള്ള പോകാം. പക്ഷേ പോകുമ്പോഴും മാല സൂക്ഷിക്കണം. കാര്യം പോകുമ്പോഴാണ് ഈ കള്ളന്മാർ ഇത് പൊട്ടിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. കാര്യം നിങ്ങൾക്കറിയാവില്ല, ഒരു പണയുടെ പൊന്നുണ്ടാക്കാൻ എനിക്ക് ഈ വലിയമ്മമാരുടെ മാല പൊട്ടിക്കണമെന്ന് ഭയങ്കര സങ്കടം. കാര്യം അവർക്ക് ഇനി കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. മരണം വരെ ഒരു പൊന്നുണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരൊക്കെ എന്തിനാണ് അതൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതെന്ന് എനിക്ക് ചോദിക്കണത്. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല, മാല ഇടാതെ വന്നുവെച്ചാൽ മതി. എന്തിനങ്ങനെ കാര്യമില്ലല്ലോ അതിൻ്റെ അകത്ത്. അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാം ശ്രദ്ധിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാര്യം അത്രയും ശക്തമായ ശുശ്രൂഷ നടന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാണ് വിട്ടിരിക്കുന്നത്. അതിന് ഈ ദിവസങ്ങളെ വെളിവാകുമ്പോൾ നിങ്ങൾ സന്തോഷമായിരിക്കണം. പിന്നെ ഉടമ്പടി ചെയ്യുമ്പോൾ കാശുരൂപം, ഉപ്പ്, ഉടമ്പടി തൈലം, തിരി, എന്തെല്ലാം വലിയ സ്വത്ത് വാങ്ങിച്ചിരിക്കുകയല്ലേ. വലിയ സ്വത്തോടു കൂടിയല്ലേ പോണത്. ഒരു സന്തോഷമായിട്ട് പോകണം. എവിടെയെങ്കിലും ചെന്ന സ്റ്റേഷനിലായാലും സ്ഥലവളവിനായാലും കാശുരൂപം എടുത്തിട്ട് ഉടനെ വിശ്വാസപ്രമാണം ചെല്ലണം. പോലീസ് സ്റ്റേഷനായാലും കോടതി പോയാലും ആ കാശുരൂപം എടുത്ത് വെച്ചേക്കണം. രോഗത്തിന് അകവും പുറവും ഉപ്പ്, ഉടമ്പടി തൈലം, അങ്ങനെ എല്ലാം. പിന്നെ ഉടമ്പടി നേർച്ച വസ്തു, രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നീലത്തിരി, പ്രത്യക്ഷയുടെ പ്രാർത്ഥന, രാത്രി ഉടമ്പടി പ്രാർത്ഥന. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിലാണ് മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു പോകുന്നത്. നന്ദി പറഞ്ഞുകൊണ്ട് പോയിക്കോ, ബാക്കി സാക്ഷ്യം പറയാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ വെറുതെയോടെ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കാനായി വിളിച്ച ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയായ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.